പ്രമേഹം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും, ഡയബറ്റിക് മാറുമോ? പല ആളുകളുടെ ഒരു സംശയമാണല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഞാനിതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ കടലിൽ കിടക്കുന്ന ഒരു മീനിനെ നമ്മൾ പിടിച്ചിട്ട് ഒരു അക്വേറിയത്തിലിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ മീനിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചാൽ ചത്തുപോകും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി അക്വേറിയത്തിൽ കടലിലെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം അല്ലേ, ഒരു ആവാസ വ്യവസ്ഥയൊക്കെ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ശരീരം അടിസ്ഥാനപരമായി ചെറിയ അളവിൽ ആഹാരം കഴിച്ച് അതിലൂടെ കിട്ടുന്ന ഊർജ്ജം ഉപയോഗിച്ച് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ശരീരമാണ്. അത് നമ്മളുടെ അതിജീവനത്തിന് വേണ്ടി പരിണാമപരമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്. അതേസമയത്ത് ഇന്നത്തെ സാഹചര്യം മാറി. ഹരിത വിപ്ലവമൊക്കെ വന്ന് നമുക്ക് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്. ആ ഒരു മാറിയ സാഹചര്യത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അക്വേറിയത്തിൽ ആ മീനിന് ജീവിക്കണമെങ്കിൽ ആരോഗ്യത്തോടു കൂടി ആർട്ടിഫിഷ്യലി അതിനുള്ളിൽ ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ആർട്ടിഫിഷ്യലി നമ്മൾ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം. അവിടെയാണ് ആഹാര ക്രമീകരണവും എക്സർസൈസും വരുന്നത്. ഇത് മനുഷ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, മറ്റു ജീവികളൊന്നും എക്സർസൈസ് ചെയ്യുകയോ ഡയറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ വരുത്തേണ്ട ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പ്രമേഹത്തെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു മരുന്ന് കഴിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അസുഖമല്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നു.